You may say that you are so weak. ഇന്ന് നിങ്ങൾ വളരെ ബലഹീനരാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. You have no strength. നിങ്ങൾക്ക് അല്പം പോലും ശക്തിയില്ല. You have no ability. നിങ്ങൾക്ക് യാതൊരു കഴിവുമില്ല. You have no one to help you. നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല. You are in the right place. നിങ്ങളിപ്പോൾ ശരിയായ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. Because if you could help yourself, you will never look to God. കാരണം നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് നോക്കുകയില്ല. God always makes you the least so that he can turn you into 1,000. ദൈവം എല്ലായ്പ്പോഴും നിങ്ങളെ കുറഞ്ഞവരാക്കി മാറ്റുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെ 1000 തീർക്കുവാൻ ദൈവത്തിന് കഴിയും. God always makes you the smallest of the smallest so that he can make you a mighty nation. ദൈവം എല്ലായ്പ്പോഴും നിങ്ങളെ ചെറിയവരിൽ ചെറിയവരാക്കി തീർക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഒരു മഹാജാതിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. You can do all. നിങ്ങൾക്ക് സകലതും ചെയ്യുവാൻ കഴിയും. You can do all. നിങ്ങൾ സകലത്തിനും മതിയാകുന്നു. You may say, I can do nothing. നിങ്ങൾ പറഞ്ഞേക്കാം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. But God says you can do all. എന്നാൽ ദൈവം പറയുന്നു നിങ്ങൾക്ക് സകലതും ചെയ്യാനാകും. Through Christ. ക്രിസ്തു മുഖാന്തരം. Through Christ. ക്രിസ്തു മുഖാന്തരം. Who strengthens me. നിങ്ങളെ ശക്തീകരിക്കുന്ന ക്രിസ്തു മുഖാന്തരം. Thank God for Jesus Christ. യേശുവിനായി ദൈവത്തിന് സ്തോത്രം കരേറ്റുവിൻ. Thank God for the hope that we have in his love for us. നമ്മോടുള്ള ദൈവസ്നേഹത്തിൽ നമുക്കുള്ള പ്രത്യാശയ്ക്കായി ദൈവത്തിന് സ്തോത്രം കരേറ്റുവിൻ. We can do all നമുക്ക് things സകലതും ചെയ്യുവാൻ കഴിയും. from today. ഇന്നു മുതൽ Whatever has been blocked will be broken open by the love Jesus has for you. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്നുവോ നിങ്ങളോടുള്ള യേശുവിന്റെ സ്നേഹം മുഖാന്തരം ആ തടസ്സങ്ങൾ തകർത്തെറിയപ്പെടും. വാതിലുകൾ തുറക്കപ്പെടും. As you say and believe that you can do all things through Christ who strengthens. നിങ്ങളെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം നിങ്ങൾ സകലത്തിനും മതിയാകുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ Turn your eyes on Jesus. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ യേശുവിങ്കിലേക്ക് തിരിക്കുവിൻ. I command you to turn your eyes away from your failure. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ പരാജയങ്ങളിൽ നിന്ന് മാറ്റുവാൻ ഞാൻ കൽപ്പിക്കുന്നു. Away from your burden. അതുപോലെ നിങ്ങളുടെ ഭാരങ്ങളിൽ നിന്നും, Away from your discouragement. അതുപോലെ ജീവിതത്തിലെ നിരാശകളിൽ നിന്നും And turn it on Jesus. നിങ്ങൾ അത് യേശുവിങ്കിലേക്ക് തിരിക്കുവിൻ. Jesus. യേശുവിങ്കിലേക്ക്, Jesus. യേശുവിങ്കിലേക്ക്, Jesus. യേശുവിങ്കിലേക്ക്, Jesus. യേശുവിങ്കിലേക്ക്, Only Jesus. യേശുവിങ്കിലേക്ക് മാത്രം. Sometimes you may say, I've been praying so much, brother. Still, why this blessing has not come? ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയുകയാവാം, സഹോദര ഞാൻ ധാരാളം പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ഈ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നില്ല? I'm going to tell you and teach you what you should do to do all things and succeed through Christ. ക്രിസ്തു മുഖാന്തരം സകലതും ചെയ്ത് വിജയം വരിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ പോകുന്നു. What does God want you to do? നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? What does God want you to do to വിജയം succeed? വരിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? In John chapter 2, യോഹന്നാൻ 2-ാം അധ്യായത്തിൽ we see the mother of Jesus telling the people in the marriage feast who did not have any wine to serve the ആ people. വിവാഹ വിരുന്നിനെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ വിളമ്പുവാൻ ഇല്ലാതെ വന്നപ്പോൾ അവിടെയുള്ള വീട്ടുകാരോട് യേശുവിന്റെ അമ്മ ഇപ്രകാരം പറയുന്നത് നമ്മൾ കാണുന്നു. Do whatever Jesus says. യേശു എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ. Do whatever Jesus യേശു says. നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുവിൻ. Just do what Jesus says. യേശു എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യുവിൻ. Many times we are only talking and talking and talking, but we don't do. പലപ്പോഴും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ പലതും നമ്മൾ ചെയ്യുന്നില്ല. In 1 Thessalonians 4 and verse 11, 1 തെസ്സലോനിക്കർ 4:11 വാക്യത്തിൽ Paul says, പൗലോസ് പറയുന്നു, mind your business. നിങ്ങൾ സ്വന്തം കാര്യം നോക്കുവിൻ. Many times we mind everybody else's business but not our business. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, എന്നാൽ സ്വന്തം കാര്യം നോക്കുവാൻ മറന്നു പോകുന്നു. But God wants you to mind your business. എന്നാൽ നിങ്ങൾ സ്വന്തം കാര്യം നോക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Because he has a business for you. കാരണം നിങ്ങൾക്ക് ചെയ്യുവാൻ യേശു ചില പ്രവൃത്തികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. Jesus said, യേശു പറഞ്ഞു, I am after my Father's business. ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്.
While it is still day, I have to work. പകൽ ഉള്ളിടത്തോളം ഞാൻ പ്രവർത്തിക്കേണ്ടതാകുന്നു. The night is coming രാത്രി വരുന്നു, when nobody can work. ആർക്കും പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത രാത്രി. I have to do my Father's work when it is still day. പകൽ ഉള്ളിടത്തോളം ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യേണ്ടതാകുന്നു. I have to mind my Father's business. ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തികൾ, കാര്യങ്ങൾ നോക്കണം. My friend, you are not here by yourself or by an സ്നേഹിത, accident. നിങ്ങൾ ആകസ്മികമായിട്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ ഭൂമിയിൽ You ജനിച്ചത്. have been planted by God on this earth at this time. ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ദൈവം തന്നെയാണ് നിങ്ങളെ നട്ടത്. God has a purpose for every one of you. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. God has a purpose for me. എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. That's why I rejoice living in this world. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നത്. I want to do my best as I live in this ഈ world. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായ പ്രവൃത്തികൾ എനിക്ക് ചെയ്യണം. Because I'm not doing it for കാരണം myself. അത് എനിക്ക് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. I'm doing it for ഞാനത് God. ദൈവത്തിന് വേണ്ടിയാണ് I'm ചെയ്യുന്നത്. living for ഞാൻ God. ദൈവത്തിന് വേണ്ടി I'm ജീവിക്കുന്നു. here to fulfill God's purpose. ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. All things will work unto good for those who love God and those who fulfill His purpose or called according to His purpose. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവഹിതം നിറവേറ്റുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. Do you believe that? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? All things will work unto good. നിങ്ങൾക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. All good things alone may not come to us, but finally all things will work unto good. സകല നന്മകളും നമുക്ക് ലഭിച്ചെന്ന് വരില്ല, എന്നാൽ ഒടുവിൽ സകലതും നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. Today say, Lord, help me to mind my business which you have given ഇന്ന് me. പറയുവിൻ, കർത്താവേ, അങ്ങ് എനിക്ക് തന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ, സ്വന്തം കാര്യം നോക്കുവാൻ എന്നെ സഹായിക്കണമേ. You're studying നിങ്ങൾ പഠിക്കുകയാണ്, is God's business അത് for നിങ്ങൾ you. ചെയ്യേണ്ട ദൈവത്തിന്റെ You're പ്രവൃത്തിയാണ്. working നിങ്ങൾ ജോലി is ചെയ്യുകയാണ്, God's business for you. അത് നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. Taking care of your family is God's business for നിങ്ങൾ you. കുടുംബത്തെ പരിപാലിക്കുന്നു, അത് നിങ്ങൾ ചെയ്യേണ്ട ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. Even going through troubles for the sake of Christ is God's business for you. ക്രിസ്തുവിനു വേണ്ടി നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ദൈവത്തിന്റെ That's പ്രവൃത്തിയാണ്. why Paul says, in all things rejoice, always. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എപ്പോഴും എല്ലാറ്റിലും സന്തോഷിപ്പിൻ. Give thanks to God, ദൈവത്തിന് സ്തോത്രം കരേറ്റുവിൻ. whether good or bad, അത് നിങ്ങൾക്ക് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, because finally it is going to turn unto good. കാരണം ഒടുവിൽ അത് നിങ്ങൾക്ക് നന്മയായി മാറുവാൻ പോകുന്നു. Nothing of the world can finish you. ലോകത്തിൻ്റെതായ ഒന്നിനും നിങ്ങളുടെ കഥ കഴിക്കുവാനാവില്ല. Your own weaknesses even cannot finish you. നിങ്ങളുടെ സ്വന്തം ബലഹീനതയ്ക്കും നിങ്ങളുടെ കഥ കഴിക്കാനാവില്ല. When you're weak, then God's strength comes and നിങ്ങൾ lifts you up. ബലഹീനരാകുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വരും, അത് നിങ്ങളെ ഉയർത്തും. And you will say, it's no more I, but Christ living in me. അപ്പോൾ നിങ്ങൾ പറയും, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. Mind your നിങ്ങൾ business. സ്വന്തം കാര്യം നോക്കുവിൻ. Given by God. ദൈവത്താൽ നൽകപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുവിൻ. Given by God. ദൈവത്താൽ നൽകപ്പെട്ട Whether പ്രവൃത്തികൾ. you're cooking, say, this is God's business I'm doing. Not my husband's business, not my wife's business, not my children's business. Everything is God's business. So thank Him over every business that God gives you. നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പറയുവിൻ, ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, എൻ്റെ ഭർത്താവിൻ്റെയോ മക്കളുടെയോ പ്രവൃത്തിയല്ല. അതുകൊണ്ട് സകലതും ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം കരേറ്റുവിൻ. And secondly, in that verse it says, രണ്ടാമതായി ആ വാക്യത്തിൽ പറയുന്നു, lead a quiet life. നിങ്ങൾ അടങ്ങി പാർക്കുവിൻ. Quiet life. നിങ്ങൾ അടങ്ങി പാർക്കുവിൻ. In confidence is your strength. ആത്മവിശ്വാസത്തിലാകുന്നു നിങ്ങളുടെ ബലം. In patience, protect your souls. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടുവിൻ. Whatever people may speak against you, ജനങ്ങൾ നിങ്ങൾക്കെതിരായി എന്ത് തന്നെ പറഞ്ഞാലും, whatever humiliation you may go through unnecessarily, അനാവശ്യമായി നിങ്ങൾ എന്തെല്ലാം അപമാനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, whatever wrong accusation may be cast against you, നിങ്ങളുടെ മേൽ എന്തെല്ലാം തെറ്റായ കുറ്റാരോപണങ്ങൾ ചുമത്തപ്പെട്ടാലും be quiet, നിങ്ങൾ ശാന്തരായിരിക്കുവിൻ. because that's where your strength comes from. കാരണം അവിടെ നിന്നാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത്. Just be patient. നിങ്ങൾ ദീർഘക്ഷമയോടിരിപ്പിൻ. This is the way ഇതാകുന്നു വഴി, to rise up to great heights. അത്യുന്നതങ്ങളിലേക്ക് ഉയരുവാനുള്ള വഴി. To rise up to great heights. അത്യുന്നതങ്ങളിലേക്ക് ഉയരുവാനുള്ള വഴി. Lead a quiet life. നിങ്ങൾ ശാന്തമായി അടങ്ങി പാർക്കുവിൻ. Lead a quiet life. നിങ്ങൾ അടങ്ങി പാർക്കുവിൻ. As we are fulfilling God's purpose in our business,
in our everyday business, in our life, God will fight for us. അനുദിന ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട്, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. We don't need to defend ourselves. നാം നമുക്ക് വേണ്ടി പ്രതിരോധം തീർക്കേണ്ട ആവശ്യമില്ല. God has given us a name connected to the name of the one whose name is above all names on സകല earth. നാമത്തിനും മേലായ നാമത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പേര് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. As long as your heart is clean, നിങ്ങളുടെ ഹൃദയം വിശുദ്ധമായിരിക്കുന്ന കാലത്തോളം, your hands are clean, കൈകൾ വിശുദ്ധമായിരിക്കുന്ന കാലത്തോളം, your purpose on earth is clean, ഭൂമിയിലെ നിങ്ങളുടെ ലക്ഷ്യം വിശുദ്ധമായിരിക്കുന്ന കാലത്തോളം you have nothing to fear. നിങ്ങൾക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല. Man may try to desecrate your name, മനുഷ്യർ നിങ്ങളുടെ പേര് അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചേക്കാം. but God will prevail over every man and every authority. എന്നാൽ സകല മനുഷ്യരുടെ മേലും സകല അധികാരത്തിന്മേലും ദൈവം വിജയം വരിക്കും. No weapon formed against you shall prosper. നിങ്ങൾക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. Your own tongue will be used by God to refute it. അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുവാൻ നിങ്ങളുടെ നാവുകളെ തന്നെ ദൈവം ഉപയോഗിക്കും. But thirdly, the verse says, മൂന്നാമതായി ആ വാക്യം പറയുന്നു, work with your hand. നിങ്ങൾ സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവിൻ. Work with your hand. സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവിൻ. You cannot say, God will work for me and keep quiet. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. If we are God's people, we have to work more. നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മൾ കൂടുതൽ വേല ചെയ്യണം. Sometimes they'll give you 10 people's jobs because you are the only one working there. ചിലപ്പോൾ അവർ നിങ്ങൾക്ക് 10 ആളുകളുടെ ജോലി നൽകും, കാരണം നിങ്ങൾ ഒരാൾ മാത്രമായിരിക്കും ജോലി ചെയ്യുന്ന വ്യക്തി. Don't murmur. എന്നാൽ നിങ്ങൾ പിറുപിറുക്കരുത്. Do it. എന്നാൽ Do it. നിങ്ങളത് ചെയ്യുവിൻ. Do it. ചെയ്യുവിൻ. With the strength of the Lord. ദൈവശക്തിയോടുകൂടി ചെയ്യുവിൻ. You will be an expert in those 10 fields through the 10 jobs that are given to you. നിങ്ങൾക്ക് നൽകപ്പെട്ട 10 ജോലികൾ വൃത്തിയായി ചെയ്യുന്നതിലൂടെ ആ 10 മേഖലകളിലും നിങ്ങൾ വൈദഗ്ധ്യമുള്ളവരായി മാറും. At the right time, they will have to put you up because you will know everything. തക്ക സമയത്ത് അവർ നിങ്ങളെ ഉയർത്തേണ്ടി വരും, കാരണം നിങ്ങൾ സകലതും പഠിച്ചിരിക്കും. And you can do everything നിങ്ങൾക്ക് സകലതും ചെയ്യുവാൻ കഴിയും through Christ who strengthens you. നിങ്ങളെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം. This grace is coming upon every one of you. ഈ കൃപ നമ്മൾ എല്ലാവരുടെ മേലും വരുന്നു. This is the way to grow to great heights. വളർന്ന് വളർന്ന് അത്യുന്നതങ്ങളിൽ എത്തുവാനുള്ള വഴി ഇതാണ്. Daniel had 10 times wisdom more than others. മറ്റുള്ളവരെക്കാൾ അധികമായി 10 മടങ്ങ് ജ്ഞാനം ദാനിയേലിനുണ്ടായിരുന്നു. Yes, Shadrach, Meshach, Abednego, everyone who had the name of അതെ, the Lord. ശാദ്രാക്, മേശക്, അബേദ്നെഗോ, അവർ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ നാമം You ഉണ്ടായിരുന്നു. will also have that grace. നിങ്ങൾക്കും ആ കൃപ ഉണ്ടാകും. Christ is with you. ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ട്. Christ is with you. ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. Now he says, I can do all things. ഇപ്പോൾ ക്രിസ്തു പറയുന്നു, എനിക്ക് സകലതും ചെയ്യാനാകും. Many of us are talking. നമ്മളിൽ അനേകർ എല്ലായ്പ്പോഴും വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, But we don't work. എന്നാൽ നമ്മൾ But God പ്രവർത്തിക്കുന്നില്ല. says, start working, my children. എന്നാൽ ദൈവം പറയുന്നു, എന്റെ കുഞ്ഞെ, നീ വേല ചെയ്യുവാൻ Only ആരംഭിക്കൂ. then I can show my power through you. എന്നാൽ മാത്രമേ നിന്നിലൂടെ എന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ എനിക്ക് Only കഴിയൂ. then the kings will open their doors for you. എന്നാൽ മാത്രമേ രാജാക്കന്മാർ തങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കൂ. There was a young man who was appointed as the vice president of a nation. ഒരിക്കൽ ഒരു യുവാവ് ഒരു രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു. The most powerful nation on earth. ഭൂമിയിലെ അതിശക്തമായ ഒരു രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റായി. After the installation ceremony, സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം he said, this is the person because of whom I am here as vice president. ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ വ്യക്തി കാരണമാണ് ഞാൻ ഇവിടെ ഇന്ന് വൈസ് പ്രസിഡന്റായിരിക്കുന്നത്. And he introduced his frail mother. പിന്നീട് അദ്ദേഹം തന്റെ ദുർബലയായ ആരോഗ്യമില്ലാത്ത അമ്മയെ സദസ്സിന് പരിചയപ്പെടുത്തി. When the reporters asked her, what is the secret? പത്രപ്രവർത്തകർ അവരോട് എന്താണ് രഹസ്യമെന്ന് She ആരാഞ്ഞപ്പോൾ said, അവർ പറഞ്ഞു, I and my husband had 6 children. എനിക്കും എൻ്റെ ഭർത്താവിനും 6 മക്കൾ ഉണ്ടായിരുന്നു. And we adopted another 6 children ഞങ്ങൾ 6 മക്കളെ കൂടി ദത്തെടുത്തു. because we loved the Lord and wanted to care for little children. കാരണം ഞങ്ങൾ ദൈവത്തെ സ്നേഹിച്ചിരുന്നു, കുഞ്ഞുങ്ങളെ പരിപാലിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു.
But when 12 came into our family, എന്നാൽ 12 മക്കൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നപ്പോൾ my husband suddenly died. പെട്ടെന്ന് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. I was shocked and shaken ഞാൻ ഞെട്ടിപ്പോയി, ആകെ തകർന്നുപോയി. because I didn't know anything. I couldn't work. I didn't know the world. കാരണം എനിക്കൊന്നും അറിയില്ലായിരുന്നു, ജോലി ചെയ്യുവാൻ ഞാൻ My പഠിച്ചിട്ടില്ലായിരുന്നു. husband was everything. എൻ്റെ ഭർത്താവ് എനിക്ക് എല്ലാമായിരുന്നു. But then, എന്നാലോ the next morning after burying him, എൻ്റെ ഭർത്താവിനെ സംസ്കരിച്ചതിന് ശേഷം അടുത്ത പ്രഭാതത്തിൽ I made a pact with God. ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു. She said, "Oh Lord, ഞാൻ പറഞ്ഞു, കർത്താവേ, from today, ഇന്നു മുതൽ I am going to do the working for my children. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി വേല ചെയ്യുവാൻ പോകുന്നു. But you do the worrying. എന്നാൽ ഞാൻ അവരെക്കുറിച്ച് വിഷമിക്കില്ല, അങ്ങ് തന്നെ I will വിഷമിക്കണം. just do the work which is given to me. എനിക്ക് നൽകപ്പെട്ട വേലകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. But you do the worrying." എന്നാൽ എൻ്റെ മക്കളെക്കുറിച്ച് അങ്ങ് തന്നെ വ്യാകുലപ്പെടണം. I started working as a maid in a school, അതിനുശേഷം ഞാൻ ഒരു സ്കൂളിൽ വേലക്കാരിയായി ജോലി ചെയ്യുവാൻ തുടങ്ങി. but I was happy എന്നാൽ ഞാൻ സന്തോഷവതിയായിരുന്നു. because I said, "I'm not going to take the worries." കാരണം ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഒന്നിനെക്കുറിച്ചും വിഷമിക്കുവാൻ പോകുന്നില്ല. But God blessed my working എന്നാൽ ദൈവം എൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചു. as I trusted in the Lord for the reward. പ്രതിഫലത്തിനു വേണ്ടി ഞാൻ ദൈവത്തിൽ ആശ്രയം വെച്ചപ്പോൾ, വിശ്വസിച്ചപ്പോൾ And God blessed every child. ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചു. Now my son is the vice president of the United States. ഇപ്പോൾ എൻ്റെ മകൻ അമേരിക്കൻ ഐക്യനാടുകളുടെ വൈസ് പ്രസിഡന്റായി തീർന്നിരിക്കുന്നു. As you work, നിങ്ങൾ the പ്രവർത്തിക്കുമ്പോൾ Lord will work with you. കർത്താവ് നിങ്ങളോട് ചേർന്ന് The പ്രവർത്തിക്കും. Bible talks about Jonathan. വേദപുസ്തകം യോനാഥാനെക്കുറിച്ച് പറയുന്നു. As Jonathan worked, God stood with him. യോനാഥാൻ പ്രവർത്തിച്ചപ്പോൾ ദൈവം അവനോടൊപ്പം നിന്നു. God stood with him and worked. ദൈവം അവനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. From today, ഇന്നു മുതൽ God is going to work with you. ദൈവം നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ പോകുന്നു. When I gave my life to Christ, ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് നൽകിയപ്പോൾ, at that time, just before that, I had gone away from the അതിനു Lord. മുൻപ് അല്പകാലം ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു But പോയിരുന്നു. after I gave my life to Jesus, എന്നാൽ ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് നൽകിയതിനു ശേഷം the Holy Spirit filled me. പരിശുദ്ധാത്മാവെന്നെ നിറച്ചു. And He said, "My son, ആത്മാവ് പറഞ്ഞു, എൻ്റെ from മകനെ, now on, ഇനി മുതൽ I will be your only friend." ഞാൻ മാത്രമായിരിക്കും നിന്റെ ഏക സ്നേഹിതൻ. Till now, you had many, many friends in the world ഇതുവരെ ലോകത്തിൽ നിനക്ക് നിരവധി സ്നേഹിതന്മാർ who ഉണ്ടായിരുന്നു. led you to commit sin. അവർ പാപത്തിലേക്ക് നിന്നെ വഴി നടത്തി. But from now on, എന്നാൽ ഇനി മുതൽ I will be your only friend. ഞാൻ മാത്രമായിരിക്കും നിന്റെ ഏക സ്നേഹിതൻ. I, the Holy Spirit, will be your only friend. പരിശുദ്ധാത്മാവായ ഞാൻ മാത്രമായിരിക്കും നിന്റെ ഏക സ്നേഹിതൻ. So, when the exams came, ആകയാൽ പരീക്ഷകൾ വന്നപ്പോൾ I put a chair by my side. ഞാൻ എൻ്റെ അരികിൽ ഒരു കസാര ഇടും. I said, "Oh Lord, Holy Spirit, ഞാൻ പറയും, പരിശുദ്ധാത്മാവായ കർത്താവേ, please sit with me ദയവായി എന്നോടൊപ്പം and ഇരിക്കണമേ, teach me. എന്നെ പഠിപ്പിക്കണം, Teach me." എന്നെ And പഠിപ്പിക്കണം. every page that I studied came back to me. ഞാൻ പഠിച്ച ഓരോ പേജുകളും എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. Atomic physics, അറ്റോമിക് ഫിസിക്സ്, thermodynamics, തെർമോഡൈനാമിക്സ്, math especially. പ്രത്യേകിച്ച് കണക്ക്. It was like climbing a mountain while studying maths. കണക്ക് പഠിക്കുമ്പോൾ ഒരു പർവ്വതം കയറുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. But the Holy Spirit filled my heart. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ നിറച്ചു. I could understand everything. എനിക്ക് സകലതും മനസ്സിലാക്കാൻ And when I കഴിഞ്ഞു. got the degree in the college, കോളേജിൽ എനിക്ക് ബിരുദം ലഭിച്ചപ്പോൾ I received a gold medal. എനിക്ക് ഒരു സ്വർണ്ണ മെഡലും And ലഭിച്ചു. God blessed me with my MBA. ഒരു MBA ബിരുദം നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. When I was 26 years old, I got my PhD in advertising. 26-ാമത്തെ വയസ്സിൽ എനിക്ക് അഡ്വർടൈസിംഗിൽ PhD ലഭിച്ചു. And God lifted me up. ദൈവം എന്നെ ഉയർത്തി. Today I am the chancellor of Karunya ഇന്ന് ഞാൻ University. കാരുണ്യ സർവകലാശാലയുടെ ചാൻസലർ ആകുന്നു. And God has enabled me to give out degrees, 2,500 degrees every year. എല്ലാ വർഷവും 2500 വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കുന്നു. And God enabled me to have a position in the educational council
2 committees of MHRD for 6 years with the Prime Minister as the chairman of the committee. MHRDയുടെ 2 കമ്മിറ്റികളിൽ 6 വർഷക്കാലം അംഗമായിരിക്കുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കി. ആ കമ്മിറ്റികളുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. God working with me. ദൈവം എന്നോടുകൂടെ I പ്രവർത്തിക്കുകയാണ്. working to fulfill God's business. ദൈവത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ ഞാൻ വേല If I had ചെയ്യുന്നു. not worked with God and got a PhD, I could have never been a chancellor. ഞാൻ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് PhD ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ചാൻസലർ ആകുകയില്ലായിരുന്നു. I would have never been appointed to the MHRD committee. MHRDയുടെ കമ്മിറ്റികളിൽ എനിക്കൊരിക്കലും നിയമനം ലഭിക്കുകയില്ലായിരുന്നു. To sit in Delhi in high place. ഡൽഹിയിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതിന് എനിക്ക് അവസരം Let's ലഭിക്കുകയില്ലായിരുന്നു. take everything that God has given us as God's business for us. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സകലതും നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തികളാണെന്ന തിരിച്ചറിവോടെ നമുക്ക് സ്വീകരിക്കാം. God is going to increase you. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ God is പോകുന്നു. going to multiply you. അധികമായി വർദ്ധിപ്പിക്കുവാൻ God is going പോകുന്നു. to take you to great ദൈവം heights. നിങ്ങളെ അത്യുന്നതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ Today you പോകുന്നു. may be a nobody, ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ആരുമല്ലായിരിക്കാം, but എന്നാൽ do what God says to you. ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുവിൻ. Minding your business, സ്വന്തം കാര്യം നോക്കിക്കൊണ്ട്, leading a peaceful life, അടങ്ങി പാർത്തുകൊണ്ട്, never complaining or grumbling. ഒരിക്കലും നിങ്ങൾ പരാതി പറയരുത്, പിറുപിറുക്കരുത്. Work with your hand, സ്വന്തം കൈകൊണ്ട് and അധ്വാനിക്കുക. the Lord will lift you up. കർത്താവ് നിങ്ങളെ ഉയർത്തും. The Lord will strengthen you to rise up. കർത്താവ് ഉയർച്ച പ്രാപിക്കുന്നതിനെ നിങ്ങളെ This ബലപ്പെടുത്തും. morning that grace is coming upon us. ഇന്ന് പ്രഭാതത്തിൽ ആ കൃപ നിങ്ങളുടെ മേൽ വരുന്നു. Never alone. നിങ്ങൾ ഒരിക്കലും ഏകരല്ല. He says, I am with you always, my children. യേശു പറയുന്നു, എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. You can do all things. നിങ്ങൾക്ക് സകലതും ചെയ്യാനാകും. Doing my business, എന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് I will strengthen. ഞാൻ നിങ്ങളെ ശക്തീകരിക്കും. I'll be with you. ഞാൻ നിങ്ങളോടൊപ്പം Just ഉണ്ടായിരിക്കും. praise him this morning. ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുവിൻ. Shall we look up to Jesus? നമുക്ക് യേശുവിങ്കിലേക്ക് നോക്കാം. One moment ഒരു നിമിഷം and surrender. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. Just surrender. നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ. Say, Lord, I'm going back to do my work. പറയുവിൻ, കർത്താവേ, ഞാൻ എന്റെ പ്രവൃത്തി ചെയ്യുവാൻ തിരികെ പോകുന്നു. Your business. അങ്ങയുടെ പ്രവൃത്തി ചെയ്യുവാൻ, Your business. അങ്ങയുടെ പ്രവൃത്തി ചെയ്യുവാൻ. Everything that you have given me is your business, not my business. അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന സകലതും അങ്ങയുടെ പ്രവൃത്തിയാണ്, എന്റെ പ്രവൃത്തിയല്ല. Thank you, Jesus. യേശുവേ, നന്ദി. And thank him for his mercies. ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം Till കരേറ്റുവിൻ. now, God enabled us to do his business. നാളിതുവരെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കി. Whether in the government, സർക്കാർ മേഖലകളിലാണെങ്കിലും, whether in our personal business, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിലും, in our jobs, നമ്മുടെ ജോലിയിലാണെങ്കിലും, in our homes, നമ്മുടെ in ഭവനത്തിലാണെങ്കിലും, our studies, നമ്മുടെ പഠനത്തിലാണെങ്കിലും, wherever in our ministry, നമ്മുടെ ശുശ്രൂഷകളിലാണെങ്കിലും, wherever God has placed ദൈവം നമ്മെ us. ആക്കി വെച്ചിരിക്കുന്ന We സ്ഥലത്ത് delight in doing the Lord's നമ്മൾ business. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നു. Every one of you has a calling, and stay in the calling where God has placed. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവവിളിയുണ്ട്. ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുവിൻ. The Lord is strengthening you. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കുന്നു. Strengthening you ഈ this morning. പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കുന്നു. You will hear him. നിങ്ങൾ കർത്താവിന്റെ സ്വരം കേൾക്കും. He will say, do this. കർത്താവ് പറയും, ഇത് ചെയ്യൂ. Take the water to the people. വെള്ളം ജനങ്ങളിലേക്ക് കൊണ്ടുചെല്ലൂ. Lay your hands on the people. നിങ്ങളുടെ കരം ജനങ്ങളുടെ മേൽ വെക്കുവിൻ. Study this degree. ഈ ഡിഗ്രിക്ക് പഠിക്കുവിൻ. Or do this job. അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുവിൻ. Take up this ഈ responsibility. ഉത്തരവാദിത്വം ഏറ്റെടുക്കുവിൻ. Marry this person and lead the family. ഈ വ്യക്തിയെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുവിൻ. Build your home. ഭവനത്തെ കെട്ടിപ്പണിയുവിൻ. Whatever he says, കർത്താവ് എന്ത് പറഞ്ഞാലും do it. അത് ചെയ്യുവിൻ. Do it. അത് ചെയ്യുവിൻ. Do it അത് ചെയ്യുവിൻ. for his glory. ദൈവനാമ മഹത്വത്തിനായി. And he will be with you. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കും. And the power for you to accomplish is coming upon you this morning. നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള ശക്തി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മേൽ വരുന്നു. The Lord is coming. കർത്താവ് വരുന്നു. The Holy Spirit is filling us now. പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്നു. Would you open your heart and praise? നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമോ? Praise. ദൈവത്തെ സ്തുതിക്കുമോ? Praise. ദൈവത്തെ സ്തുതിക്കുവിൻ. God is with you. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. Your sorrow will turn into joy. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും.